ബോസിനകത്ത് നന്നായി കളിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ് ലാലേട്ടന്റെ വക സ്പെഷ്യൽ ഗ്രില്ലിംഗ് സെഷൻ. എല്ലാ സീസണിലും അങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്നത്തെ ലാലേട്ടന്റെ ഗ്രില്ലിംഗ് വേറൊരു വെറൈറ്റി രീതിയിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ എപ്പിസോഡിൽ ഉടനീളം ലാലേട്ടൻ ടാർഗറ്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിച്ച രണ്ടുപേരാണ് അനുമോൾ, അതേപോലെ തന്നെ അനീഷ്. കഴിഞ്ഞ ആഴ്ചത്തെ കോണ്ടന്റുകൾ എടുത്താൽ അതിൽ ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത രണ്ടുപേരാണ് ഇവര്. അനീഷ് ആയാലും അനുമോൾ ആയാലും അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാഴ്ചയായിരുന്നു. ഇവർ രണ്ടുപേരും ആയിരുന്നു സത്യം പറഞ്ഞ സ്റ്റാർസ്. അനുമോളുടെ കാര്യം വേറെ തന്നെ ഒരു കേസാണ്, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ആദ്യം അനീഷിനെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങാമല്ലേ. അപ്പോൾ അനീഷിനോട് ആ ഒരു റാങ്കിങ് ടാസ്കിന്റെ കാര്യം ചോദിക്കുന്നതിന് മുമ്പ് ലാലേട്ടൻ ഒരു സംഭവം റിവീൽ ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും അടുത്ത്. അതായത് അനീഷ് 5 കൊല്ലം ലീവ് എടുത്താണ് ഷോയിലേക്ക് വന്നത് എന്ന്, രാജിവെച്ചാണോ ലീവ് എടുത്താണോ എന്നൊക്കെ ലാലേട്ടൻ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ ഇത് പറഞ്ഞതും അവിടെയുള്ള എല്ലാവരും ഞെട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അഖിൽ മാരാർ എന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസിലുണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പൊ എന്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് എന്ന്. അപ്പൊ അനീഷ് പറയുന്നുണ്ട് സീസൺ 5 വിന്നർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്ന്. സാബു എന്നൊരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു, എന്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. സീസൺ 1 വിന്നർ എന്ന നിലയ്ക്കാണെന്ന് അനീഷ് റിപ്ലൈ പറയുന്നു. എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇവരൊക്കെ എന്തുകൊണ്ടാണ് വിന്നർ ആയത് എന്ന് നിങ്ങൾക്ക് അറിയാമോ, എന്ത് സ്ട്രാറ്റജി പ്രയോഗിച്ചാണ്? ഈ സമയം അനീഷ് പറയുന്നു, ഒരു വീട്ടിൽ എന്ന പോലെ 100 ദിവസവും പല രീതിയിലുള്ള അവരുടേതായ ഇമോഷൻസ് പുറത്തേക്ക് വിട്ടുകൊണ്ടാണ് അവർ ജയിച്ചത്, ഒന്നും പിടിച്ചു വെച്ചതായിട്ട് തോന്നുന്നില്ല എന്ന് അനീഷ് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നു, സമൂഹത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് നിങ്ങൾ ഇതിനകത്തേക്ക് വന്നത്, എന്തിന്റെ പേരിൽ അറിയപ്പെടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ജെന്യുവൻ ആയിട്ട് നിൽക്കാനാണ് ലാലേട്ട ഞാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയാണോ കളിക്കുന്നത്? അതെ. പക്ഷെ എന്തുകൊണ്ട് ആ ഒരു ടാസ്ക് ഇല്ലാതായി പോയത്? ജെന്യുവൻ ആയിട്ട് നിൽക്കുന്നത് ഞാൻ മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണെന്നറിയോ അനീഷ്, ഒരേ കാര്യം തന്നെ നിങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഗെയിം ഇല്ലാതായതിന്റെ ഒരു കാരണം ഇതാണ്. ഇതിൽ അനീഷിന്റെ ആ ഒരു വിഷ്വൽസ് എല്ലാവർക്കുമായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ലാലേട്ടന്റെ ഒരു ഡയലോഗും, നിങ്ങൾ ജെന്യുവൻ ആണെന്ന് നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ, അത് വേറുള്ളവരും പറയണമെന്ന്. അവിടെ ഇരിക്കുന്ന സകലമാന ആളുകളും കൈയടിച്ചു. അവിടെ ഇരുന്ന ആ ഒരു ഗാലറിയിൽ ഇരുന്നവരും അകത്തിരുന്നവരും എല്ലാവരും കൈയടിച്ചു. ബിഗ് ബോസ് ലാലേട്ടൻ ത്രൂ പറയാൻ ശ്രമിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീഷ് പോകുന്നത് റൈറ്റ് ട്രാക്കിലൊക്കെ തന്നെയാണ്, ജനപ്രീതി ഉണ്ടായി വരുന്നുണ്ട്. പക്ഷെ കാര്യങ്ങൾ റിപ്പീറ്റ് പറഞ്ഞ് വെറുതെ കാണുന്നവർ ഇറിറ്റേറ്റ് ചെയ്യരുത് എന്നുള്ളൊരു പോയിന്റ് ആണ്. പിന്നെ അനീഷിന്റെ ഗെയിമിലുള്ള പല പോരായ്മകളും ലാലേട്ടൻ എടുത്തു കാണിച്ച് പറഞ്ഞു. ഈ ഒരു ചെറിയ കോൺവെർസേഷൻ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തത് അതുകൊണ്ടാണ്. ഇതിൽ പല കാര്യങ്ങളും അനീഷിനെ ഡീകോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഒറ്റപ്പെടൽ ഗെയിം ഒക്കെ ഇത്രയൊന്ന് കുറച്ച് എല്ലാ ഇമോഷൻസും പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. വെറുതെ ഒറ്റപ്പെടൽ ഗെയിം മാത്രമാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടില്ല എന്നും കൂടിയാണ് ലാലേട്ടൻ ഉദ്ദേശിച്ചത്. ഈ കാര്യങ്ങളെല്ലാം അനീഷിന് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുണ്ട്. 2ാമത്തെ ആഴ്ച ലാലേട്ടൻ ഇങ്ങനെ വന്നു നിന്ന് ഗെയിമിംഗ് ടിപ്സ് കൊടുക്കുന്ന ഒരു സീസൺ ഇത് ആദ്യമായിട്ടായിരിക്കും. നമ്മുടെ അപ്പാനിഷത്തിനോടൊക്കെ ലാലേട്ടൻ പച്ചയ്ക്കാണ് പറയുന്നത്, നീ അയാളുടെ പുറകെ പോവാതെ മോനെ, വേറെ ട്രാക്ക് പിടിക്കും മോനെ, അനീഷ് ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു, നീയും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു മോനെ എന്നൊക്കെയാണ് ലാലേട്ടൻ അപ്പാനിഷത്തിനോട് പറയുന്നത്. ലാലേട്ടൻ ലിറ്ററലി പ്രേക്ഷകരുടെ ദൂതാവുന്ന കാഴ്ചയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിനകത്ത്. എന്തായാലും അനീഷിന് കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്. അനീഷ് പുള്ളിയുടെ ഗെയിം സ്ട്രാറ്റജീസ് ഒക്കെ ഒന്ന് ഇംപ്രൂവൈസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ കളിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വരുന്ന ആഴ്ച.